നമസ്കാരം. ഭാരതീയ സംസ്കാരത്തിന്റെ തിളക്കമാർന്ന അധ്യായങ്ങളിലൊന്നായ കാകതീയ രാജവംശത്തിന്റെ സ്മരണകൾ പേറുന്ന ഒരു പുരാതന ക്ഷേത്രം വികസനത്തിന്റെ പേരിൽ തകർക്കപ്പെട്ടുവെന്ന വാർത്ത തെലങ്കാനയിലെ വാരാങ്കലിൽ നിന്ന് വലിയതോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഖാനാപൂർ മണ്ഡലത്തിലെ അശോക് നഗറിൽ സ്ഥിതി ചെയ്തിരുന്ന 800 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം സർക്കാർ സ്കൂളിനായി സ്ഥലം ഒരുക്കുന്നതിനിടെ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തുകയായിരുന്നു. ചരിത്രകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ഈ നടപടിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചതോടെ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൈതൃക സംരക്ഷണവും ആധുനിക വികസനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടത്തിനുണ്ടായ വീഴ്ചയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. കാകതീയ രാജാവായിരുന്ന ഗണപതി ദേവന്റെ ഭരണകാലത്ത്, അതായത് 1231 ഫെബ്രുവരിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. രാജാവിനെ മഹാരാജ, രാജാതി രാജുലു എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളോടെ അഭിസംബോധന ചെയ്യുന്ന അപൂർവമായ 7 വരി തെലുങ്ക് ശിലാശാസനം ഇവിടെ ഉണ്ടായിരുന്നു. 1965 തന്നെ സംസ്ഥാന പൈതൃക വകുപ്പ് ഈ ക്ഷേത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ചരിത്രപ്രസിദ്ധമായ കോട്ടാക്കട്ട എന്നറിയപ്പെടുന്ന മൺകോട്ടയുടെ ഭാഗമായിരുന്നു ഈ പുരാതന നിർമ്മിതി. ഇത്രയേറെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു പൈതൃക കേന്ദ്രം സംരക്ഷിക്കുന്നതിന് പകരം യാതൊരു മുൻകരുതലുമില്ലാതെ നശിപ്പിച്ചത് ഒരു ജനതയുടെ ചരിത്രത്തോടുള്ള അവഗണനയായിട്ടാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്കൂൾ നിർമ്മാണത്തിനായി ക്ഷേത്രം സംരക്ഷിച്ചുകൊണ്ടുള്ള മറ്റൊരു പ്ലാൻ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രം ശാസ്ത്രീയമായി മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യാമായിരുന്നു എന്ന് ഇവർ വാദിക്കുന്നു. ക്ഷേത്രം തകർക്കപ്പെട്ടതിനെ തുടർന്ന് തെലങ്കാനയിലെ മനുഷ്യാവകാശ അഭിഭാഷകനായ രാമറാവു ഇമ്മനേനി നാഷണൽ മോണുമെന്റ് അതോറിറ്റിക്ക് പരാതി നൽകിയതോടെയാണ് നിയമ നടപടികൾക്ക് തുടക്കമായത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും പുരാവസ്തു വകുപ്പും സംഭവത്തിൽ കേസെടുത്തു. തെലങ്കാന ഹെറിറ്റേജ് ആക്ട് സെക്ഷൻ 30 പ്രകാരം പുരാവസ്തു വകുപ്പിൻ്റെയോ എൻഡോമെന്റ് വകുപ്പിൻ്റെയോ മുൻകൂർ അനുമതി ഇല്ലാതെ ചരിത്ര സ്മാരകം തകർക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ സംസ്ഥാനത്ത് നിർബന്ധമായും രൂപീകരിക്കേണ്ട ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഇത് വെറും ഒരു കെട്ടിടം തകർക്കലല്ല, മറിച്ച് നിയമപരമായ നടപടിക്രമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നതാണ് ആരോപണം. പ്രതിഷേധം ശക്തമായതോടെ വാരാങ്കൽ ജില്ലാ കളക്ടറുടെ ഓഫീസ് വിശദീകരണവുമായി രംഗത്ത് വന്നു. ക്ഷേത്രം മനഃപൂർവ്വം തകർത്തതല്ല എന്നും സ്കൂളിനായി കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ തകർന്നു വീഴാറായ നിലയിലുള്ള ചില അവശിഷ്ടങ്ങൾ കണ്ടത് മാത്രമാണ് എന്നുമാണ് ഭരണകൂടത്തിന്റെ വാദം. കൂടാതെ ഈ നിർമ്മിതി ഔദ്യോഗികമായി സംരക്ഷിത സ്മാരകമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ വിശദീകരണം പ്രതിഷേധക്കാരെ തൃപ്തരാക്കിയിട്ടില്ല. ചരിത്രരേഖകളിൽ ഇടം പിടിച്ച ഒരു നിർമ്മിതിയെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കാത്തത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് ചരിത്രകാരന്മാർ തിരിച്ചടിച്ചു. പൊതുജനരോക്ഷം തണുപ്പിക്കുന്നതിനായി വാരങ്കൽ കളക്ടർ ഡോക്ടർ സത്യ ശാരദയും MLA ദൊന്തി മാധവ റെഡ്ഡിയും സ്ഥലം സന്ദർശിക്കുകയും ക്ഷേത്രം അതേ സ്ഥാനത്ത് തന്നെ പുനർനിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രകാരന്മാരുടെയും പരമ്പരാഗത വാസ്തുശില്പികളായ സ്ഥപതിമാരുടെയും പുരാവസ്തു വകുപ്പിൻ്റെയും മേൽനോട്ടത്തിലായിരിക്കും പുനർനിർമ്മാണം നടക്കുക. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സൈറ്റിന് ഔദ്യോഗിക സംരക്ഷണം ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പ്രാദേശികമായ ചരിത്രവും പൈതൃകവും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് വാരാങ്കലിലെ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. നഷ്ടപ്പെട്ട ചരിത്രം ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്നിരിക്കെ പുനർനിർമ്മാണം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ആരാധനാലയം തകർക്കപ്പെട്ടത് ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഗണനയായും ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാനുള്ള പ്രീണന നയത്തിൻ്റെ ഭാഗമായും സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഭരണകൂടങ്ങൾ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ പൈതൃക കേന്ദ്രങ്ങളോടും മതപരമായ വികാരങ്ങളോടും പുലർത്തേണ്ട ജാഗ്രത ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണം. ഇത് സർക്കാരിൻ്റെ ബോധപൂർവമായ നീക്കമാണോ അതോ ഉദ്യോഗസ്ഥ തലത്തിലെ പിടിപ്പുകേടാണോ എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാന വിമർശനം വികസനത്തിൻ്റെ പേരിൽ നടപ്പാക്കുന്ന ഇരട്ടത്താപ്പാണ്. മറ്റ് ചില മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളോ സ്മാരകങ്ങളോ വികസന പദ്ധതികൾക്ക് തടസ്സമായി വരുമ്പോൾ അവിടെ പുലർത്തുന്ന വിട്ടുവീഴ്ച മനോഭാവം പൗരാണികമായ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കാണുന്നില്ല എന്ന പരാതി ശക്തമാണ്. 13ാം നൂറ്റാണ്ടിലെ കാകതീയ രാജാവായ ഗണപതി ദേവന്റെ കാലത്തുള്ള ശിലാലിഖിതങ്ങൾ അടങ്ങിയ ഒരു പുരാവസ്തു കേന്ദ്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് അങ്ങേയറ്റം പ്രകോപനകരമായ നടപടിയാണെന്ന് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും ആരോപിക്കുന്നു. ഇത്തരം നടപടികൾ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ കുറച്ചു കാണിക്കാനുള്ള ശ്രമമായി വലിയൊരു വിഭാഗം ജനങ്ങൾ കരുതുന്നു. എന്നിരുന്നാലും ഈ സംഭവത്തെ പൂർണ്ണമായും ഒരു ജിഹാദി പ്രണനം എന്ന് വിശേഷിപ്പിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.
ഒരു സർക്കാർ സ്കൂൾ എന്നത് പൊതുവായ ഒരു വികസന പദ്ധതിയാണ്. എന്നാൽ ഈ സ്കൂൾ നിർമ്മാണത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലത്ത് പുരാതനമായ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ടെന്ന വസ്തുത അവഗണിച്ചത് വലിയൊരു പിഴവാണ്. 1965 തന്നെ ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് രേഖപ്പെടുത്തിയ ഒരു സ്മാരകം തകർക്കുമ്പോൾ പുരാവസ്തു വകുപ്പിന്റെയോ ദേവസ്വം വകുപ്പിന്റെയോ അനുമതി വാങ്ങിയില്ല എന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗുരുതരമായ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ നടത്തിയ ഈ നീക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധം തന്നെ നൽകുകയാണ്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ സർക്കാർ പ്രതിരോധത്തിലാവുകയും ക്ഷേത്രം പുനർനിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായ പൈതൃകങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഒരു ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതാണ് ഇത്തരം പിഴവുകൾക്ക് കാരണമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മതപരമായ പ്രീണന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പൈതൃക സംരക്ഷണ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പറയാം. എങ്കിലും ഒരു പുരാതന ക്ഷേത്രത്തിന് നേരിട്ട ഈ നാശം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ മുറിവ് വലുതാണ്. ഇത് സർക്കാരിൻ്റെ സദ്ഭാവനയെ ബാധിക്കുകയും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി വലിയ വെല്ലുവിളികളായി മാറുകയും ചെയ്യും. ജനാധിപത്യപരമായ ഭരണ സംവിധാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന വലിയ പാഠമാണ് വാരങ്കൽ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് നിൽക്കുന്ന ഭാരതീയ പശ്ചാത്തലത്തിൽ പൗരാണികമായ ഒരു ആരാധനാലയത്തിന് നേരെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏതൊരു നീക്കവും കേവലം ഭൗതികമായൊരു സംഭവമായിട്ടല്ല ജനങ്ങൾ ദർശിക്കുന്നത്. തെലങ്കാനയിലെ വാരങ്കലിൽ 800 വർഷം പഴക്കമുള്ള കാകതീയ കാലഘട്ടത്തിലെ ശിവക്ഷേത്രം സ്കൂൾ നിർമ്മാണത്തിനായി തകർത്തതും അതിനെ തുടർന്നുണ്ടായ കടുത്ത ജനരോഷത്തിനൊടുവിൽ അത് പുനർനിർമ്മിച്ചു നൽകാമെന്ന് സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നതും വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഒരു വിഭാഗം വിശ്വാസികൾ ഇതിനെ ഭഗവാന്റെ അദൃശ്യമായ ഇടപെടലായും ഭരണകൂടത്തിന് നൽകിയ ദൈവികമായ ശിക്ഷയായും കാണുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ ജനാധിപത്യപരമായ പോരാട്ടത്തിന്റെ വിജയമായി വിലയിരുത്തുന്നു. അധികാരത്തിന്റെ ഹുങ്കിൽ പൈതൃകങ്ങളെയും വിശ്വാസങ്ങളെയും അവഗണിക്കുന്നവർക്ക് കാലം നൽകുന്ന കാവ്യനീതിയായി ഇതിനെ വിശേഷിപ്പിക്കാം. ഭാരതീയ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ക്ഷേത്രങ്ങൾ വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് പ്രപഞ്ചശക്തിയുടെ പ്രതിരൂപങ്ങളും പൗരാണിക സംസ്കൃതിയുടെ അടയാളങ്ങളുമാണ്. കാകതീയ രാജാക്കന്മാർ നിർമ്മിച്ച ഇത്തരം ക്ഷേത്രങ്ങൾ കലയുടെയും ആത്മീയതയുടെയും സംഗമ സ്ഥാനങ്ങളാണ്. അത്തരമൊരു പവിത്രമായ സ്ഥലം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമ്പോൾ അത് ആ നാട്ടിലെ വിശ്വാസികളുടെ ഹൃദയത്തിലാണ് മുറിവേൽപ്പിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെയും പൈതൃകങ്ങളെയും ചവിട്ടിമതിക്കുമ്പോൾ പ്രകൃതി ശക്തികൾ അല്ലെങ്കിൽ ദൈവിക ശക്തികൾ അതിന് തടയിടുമെന്നത് വിശ്വാസികളുടെ ഉറച്ച ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സർക്കാരിന് ആ തീരുമാനം തിരുത്തി ക്ഷേത്രം പുനർനിർമ്മിച്ച് നൽകാമെന്ന് ഏൽക്കേണ്ടി വന്നത് ശിവഭഗവാന്റെ രൗദ്രഭാവത്തിന്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയാനാകില്ല. അധികാരത്തിന്റെ മുൻപിൽ വഴങ്ങാത്ത ഒരു ശക്തി ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണിത്. രാഷ്ട്രീയമായും ഭരണപരമായും പരിശോധിച്ചാൽ ഒരു സർക്കാരിന് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാകുന്നത് ജനങ്ങളുടെ വൈകാരികമായ പ്രതിഷേധങ്ങളാണ്. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വലിയൊരു നാണക്കേടായി മാറിയിട്ടുണ്ട്. പൈതൃക സംരക്ഷണത്തിൽ പുലർത്തേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്തം പോലും മറന്ന് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ തിരുത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്നത് ഭരണപരമായ പരാജയമാണ്. എന്നാൽ ശക്തമായ നിയമപോരാട്ടത്തിലൂടെയും സാംസ്കാരിക സംഘടനകളുടെ ഇടപെടലിലൂടെയും സർക്കാരിനെ കൊണ്ട് ക്ഷേത്രം പുനർനിർമ്മിക്കാമെന്ന് പറയിപ്പിച്ചത് ഒരു വലിയ തിരുത്തൽ നടപടിയാണ്. ഭഗവാന്റെ ശിക്ഷ എന്ന നിലയിൽ ഇതിനെ കാണുമ്പോൾ അത് തെറ്റായ നയങ്ങൾ സ്വീകരിക്കുന്ന ഏത് ഭരണകൂടത്തിനും ലഭിക്കാവുന്ന താക്കീതാണ് എന്ന് വ്യക്തമാകും. പൈതൃകങ്ങളെ തൊട്ടുകളിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന ബോധ്യം ഇതോടെ ഭരണാധികാരികളിൽ ഉറയ്ക്കും. വികസനവും പൈതൃകവും തമ്മിലുള്ള പോരാട്ടത്തിൽ എപ്പോഴും പൈതൃകം ജയിക്കണമെന്നില്ല. എന്നാൽ വിശ്വാസവും ചരിത്രവും മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ അത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വാരങ്കലിലെ ഈ സംഭവം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ നീക്കങ്ങളിലും സർക്കാരിന് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് വഴി ഭക്തരുടെ രോഷം ഒരു പരിധിവരെ തണുപ്പിക്കാൻ സാധിക്കും എങ്കിലും തകർക്കപ്പെട്ട ആ പൗരാണിക സ്മാരകത്തിൻ്റെയോ ശിലാലിഖിതങ്ങളുടെയോ മൂല്യം വീണ്ടെടുക്കാൻ കഴിയില്ല. ഇത് ഭരണകൂടത്തിന് ലഭിച്ച ഒരു തിരിച്ചടിയായി തന്നെ കണക്കാക്കാം. നിയമപരമായ ബാധ്യതകൾക്കും അപ്പുറം ധാർമ്മികമായ ഒരു പരാജയം കൂടി ഇവിടെ സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. പ്രകൃതിയും സംസ്കാരവും ദൈവികതയും ഒന്നുചേർന്ന ഭാരത മണ്ണിൽ ഇത്തരം പൈതൃക കേന്ദ്രങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോ സർക്കാരിൻ്റെയും പരമമായ ധർമ്മമാണെന്ന സത്യമാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി അടിവരയിടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം
പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.